മലബാറിലെയും മലപ്പുറം ജില്ലയിലെയും +1 സീറ്റ് വിഷയത്തിൽ പരിഹാരം കാണാതെ വിദ്യാഭ്യാസ വകുപ്പ്. ജില്ലയിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടും +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ്. മലപ്പുറം ജില്ലയിൽ +1 മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ 82,444 അപേക്ഷകരിൽ 50,964 പേർക്കാണ് പ്രവേശനം ലഭിച്ചത്. 31,482 വിദ്യാർത്ഥികൾ ഇപ്പോഴും അവസരത്തിനായി കാത്തുനിൽക്കുന്ന സ്ഥിതി. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കടക്കം പ്രവേശനം ലഭിച്ചിട്ടില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ആവശ്യത്തിന് സീറ്റുകളുണ്ട് എന്ന് ഒരു ലജ്ജയുമില്ലാതെ നുണ പറയുകയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക്, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസമെന്ന അവരുടെ സ്വപ്നത്തിന് കടക്കൽ കത്തിവെക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതേസമയം ജില്ലയിലെ 50,080 മെറിറ്റ് സീറ്റുകളിൽ 44,254 വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. മെറിറ്റിൽ ശേഷിക്കുന്നത് 5,826 സീറ്റുകൾ മാത്രം. കമ്മ്യൂണിറ്റി, സ്പോർട്സ്, MRS കോട്ടകളിലായുള്ള 5,049 സീറ്റുകളിൽ 4,003 പേർ പ്രവേശനം നേടിയിട്ടുണ്ട്. ശേഷിക്കുന്നത് 1,046 സീറ്റുകൾ മാത്രമാണ്. ജില്ലയിലെ ആകെയുള്ള 5,091 മാനേജ്മെന്റ് സീറ്റുകളിൽ 1,757 പേർ പ്രവേശനം നേടി. ഇനി ശേഷിക്കുന്നത് 3,334 സീറ്റുകൾ. സീറ്റ് പ്രതിസന്ധി രൂക്ഷമായതോടെ 25,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഈടാക്കിയാണ് മാനേജ്മെന്റ് സീറ്റുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അവസരത്തിനായി കാത്തുനിൽക്കുന്ന 31,482 വിദ്യാർത്ഥികളെ ഈ മുഴുവൻ ഒഴിവുകളിലേക്ക് പരിഗണിച്ചാലും 21,276 വിദ്യാർത്ഥികൾ പുറത്താകും. ബാക്കിയുള്ളവരുടെ ഏക ആശ്രയം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ജില്ലയിലെ 11,236 അൺഎയ്ഡഡ് സീറ്റുകളിൽ 950 വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത്. ശേഷിക്കുന്ന 10,286 പരിഗണിച്ചാലും മലപ്പുറം ജില്ലയിൽ 10,990 വിദ്യാർത്ഥികൾക്ക് ഒരിടത്തും അവസരമില്ല എന്നുള്ളതും യാഥാർത്ഥ്യം. ജനം, മലപ്പുറം.